ഇതാണ് നമ്മുടെ ഭാരത് റൈസ്. ഇത് നമുക്ക് കിലോയ്ക്ക് 29 രൂപ വെച്ച് കിട്ടുന്നതാണ്. ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ടാറ്റയുടെ സ്റ്റാർ മാർക്കറ്റിൽ നിന്നാണ്, ബാംഗ്ലൂർ സ്റ്റാറിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇത് എങ്ങനെ കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിപ്പം ഒരു 5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്, 5 ഗ്ലാസ് അരി. അപ്പം ഈക്വൽ ക്വാണ്ടിറ്റി അല്ല, ഡബിൾ ക്വാണ്ടിറ്റി വാട്ടർ അല്ല ഞാൻ വെക്കാറ്, എന്നാൽ കുഴഞ്ഞു പോവും. സോ അതുകൊണ്ട് ഞാൻ 5 കപ്പിന് ഞാനൊരു 8 കപ്പ് വെള്ളമാണ് വെച്ചിരിക്കുന്നത്. അതാണ് എൻ്റെ ഒരു കണക്ക്. അപ്പോൾ അത് നന്നായി കഴുകി വെള്ളം ഒന്ന് ക്ലിയർ ആവുന്നവരെ കഴുകിയിട്ട് ഞാൻ 8 കപ്പ് വെള്ളം ഒഴിച്ച് നമ്മൾ ഉപ്പ് ഇട്ട് കുക്കറിൽ വെച്ച് ഞാനൊരു 2 വിസിൽ, വലിയ തീയിലിട്ട് 2 വിസിലടിച്ചിട്ട് അത് ഞാൻ ഇറക്കി ഒരു 15 മിനിറ്റ്സ് വെച്ചിട്ടാണ് തുറക്കുന്നത്. തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി, ഇങ്ങനെ ഇരിക്കും. ഇത് ഒരു ചെറിയ ഹോട്ടൽ എന്തായാലും കാണുമെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ റൈസിന്. പിന്നെ 29 റുപ്പീസുള്ള റൈസിന് നല്ല ടേസ്റ്റുള്ള റൈസാണ്. തൈരിൻ്റെയൊക്കെ കൂടെ പുളിശ്ശേരി, മീൻകറി, ചിക്കൻ കറി എല്ലാത്തിൻ്റെയും കൂടെ നല്ല ടേസ്റ്റാണിത്. അപ്പോൾ ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും ഈവൻ അപ്പം ഉണ്ടാക്കാനും ദോശ ഉണ്ടാക്കാനും ഒക്കെ ഈ റൈസ് നന്നായിരിക്കും. എല്ലാവരും വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ഇട്ടോളൂ.